ഹായ് സുഹൃത്തുക്കളെ, ജോസ്യേൻ്റെ ബ്ലോഗ് സ്വാഗതം. നമ്മൾ തേനീച്ച ഏപ്പിയറിയിലേക്ക് പോവുകയാണ്. നമ്മുടെ സിബി അഗസ്റ്റിന് ധാരാളം തേൻ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം 2ഉം 3ഉം ഹണി സൂപ്പറിൽ തേനുണ്ടാക്കിയിട്ടുണ്ട്. അത് കാണുന്നതിന് വളരെ സന്തോഷമാണ്. ഇഷ്ടംപോലെ ഹണിക്കൊമ്പ് നിറഞ്ഞാണ് തേനിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം നമ്മൾ വളരെ ശ്ലാഘനീയമാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. നമുക്ക് കാണാം, ഏപ്രിലേക്ക് പോകാം. ഇന്ന് 3ാം ട്രിപ്പ് തേൻ ഇവിടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 3ാം തവണയാണ്. അടയൊക്കെ നന്നായിട്ട് വീർപ്പിച്ചിട്ടിരിക്കുന്നു. ഇത് 2 സൂപ്പർ വെച്ച പെട്ടിയുടെ 2 സൂപ്പറും മൊത്തം തേനാണ്. അതുപോലെ അടപ്പിലെല്ലാം നിറച്ചീച്ചിരിക്കുന്നു. അടപ്പിലൊക്കെ ഈച്ചിരിക്കുന്നു. നല്ലപോലെ വീർപ്പിച്ചിട്ടുണ്ട്. കാണാം 2ാം സൂപ്പർ. ഇതൊക്കെ 2 സൂപ്പർ വെച്ച പെട്ടികളാണ്. നല്ലൊരു അട വീർപ്പിച്ചിരിക്കുന്നു. 2 സൂപ്പർ വെച്ച പെട്ടിയാണ്. അടപ്പിലിട്ടൊക്കെ കയറുന്നു. കയറിയിട്ടുണ്ട്. ഇത് 3 സൂപ്പർ വെച്ച് കൊടുത്ത പെട്ടിയാണ്. 3 സൂപ്പർ വെച്ച് കൊടുത്ത പെട്ടിയാണ്. 3 സൂപ്പർ ഉണ്ടോ? തേൻ പിടിപ്പിച്ചിട്ടുണ്ട്. കാണാനല്ല സൂപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്, തേൻ പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ആളുകളുടെ ധാരണ ഈച്ച അട കാണിച്ച് പൈസ മേടിക്കാനാണെന്നൊക്കെയുള്ള ആളുകളുടെ ഓരോ ധാരണ, തെറ്റിദ്ധാരണ. 3 സൂപ്പറിലും നിറഞ്ഞിരിക്കുന്നു. ഇതേ 3ാമത്തെ സൂപ്പർ നിങ്ങൾക്ക് കാണാം. 3 അട ഭയങ്കരമായിട്ട് പടിഞ്ഞിരിക്കുന്നു. 4ാമത്തെ അടയിലും തേൻ പിടിപ്പിച്ചിട്ടുണ്ട്. 3 സൂപ്പർ കയറിയ പെട്ടി. കഴിഞ്ഞ തവണ ആരാണ്ടൊക്കെ പറയുന്നത് കേട്ടു, 3 സൂപ്പർ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴാണോ വെക്കുന്നതെന്ന്. ഇത് ഈ 3 സൂപ്പറിലും തേൻ കയറിയിരിക്കുന്നു. അടിത്തട്ടും 2ാം തട്ടുമൊക്കെ നിറച്ച് തിക്കി ഞെരുക്കി പിടിപ്പിച്ചിരിക്കുന്നു തേന്. ഇത് കാണാനല്ല ഈ സൂപ്പർ വെച്ചിരിക്കുന്നത്, തേനെടുക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഇത് വിൽക്കാനുമല്ല. ഓരോരുത്തരൊക്കെ തെറ്റിദ്ധാരണ പരത്തും. 3 സൂപ്പർ വെച്ചതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കാണാം ഈ പെട്ടി നോക്കിയാൽ. തുറക്കാനൊന്നും പറ്റത്തില്ല, അത്ര വെയിറ്റാണ്.